കർത്താവിൽ പ്രിയരെ, എൻ്റെ വന്ദനം. ഇന്ന് നാം ചിന്തിക്കാൻ ആഗ്രഹിക്കുന്നത് ഇതുവരെ അധികമാരും പറയാത്ത ഒരു വിഷയത്തെ പറ്റിയാണ്. ദിവ്യമായ ആത്മീയപരമായ ഒരു നിയമലംഘനത്തെപ്പറ്റി, ദ വയലേഷൻ ഓഫ് ഡിവൈൻ ലോസ്. സ്വർഗത്തിൽ നിന്ന് വളരെ ഗുരുതരമായ പ്രത്യാഘാതം ഉണ്ടാവുന്നത്. എന്നിരുന്നാലും ഇതേപ്പറ്റി പറയാൻ അധികമാരും ധൈര്യപ്പെടാറില്ല. ദേവാലയങ്ങൾ ഇതൊഴിവാക്കുന്നു. ദൈവദാസന്മാർ ഇത് ഒഴിവാക്കുകയോ അവഗണിക്കുകയോ ചെയ്യുന്നു. നമുക്ക് കാണുവാൻ സാധിക്കും, ഇന്ന് അനേകം ഭവനങ്ങൾ പതുക്കെ അവരുടെ സമാധാനം, സന്തോഷം, സാമ്പത്തിക ഭദ്രത ഒക്കെ ഇല്ലാതാകുന്നത്. അവർ പ്രാർത്ഥിക്കുന്നവരും ദൈവഭയത്തിൽ ജീവിക്കുന്നവരും ആണെങ്കിൽ കൂടി. എന്താണ് ഇതിന് കാരണം? പ്രത്യക്ഷമായ ഒരു ആത്മീയ ശിക്ഷയാണിത്. ഭാര്യ ഭർത്താവിൽ നിന്ന് ഫിസിക്കൽ ഇൻറ്റിമസി, ശാരീരികമായ അടുപ്പത്തിൽ നിന്ന് പിന്മാറുക, തടഞ്ഞു വയ്ക്കുക. ദൈവം ഒരു വിവാഹം ഉണ്ടാക്കിയിരിക്കുന്നത്, ദൈവം രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് അനുസരിക്കാനുള്ളതാണ്. ദൈവം അതുണ്ടാക്കിയത് ഒരു സൗഹൃദ കൂട്ടായ്മയല്ല, ഒരു കൂട്ടുകെട്ടല്ല. ഭാര്യയും ഭർത്താവും തമ്മിലുള്ള പരിശുദ്ധമായ ഒരു ഒത്തുചേരലിനാണ്. അവിടെ അനുഗ്രഹം, സംരക്ഷണം, ആത്മീയത, കരുതൽ ഒക്കെ ലഭിക്കും. അവർക്കും അവരുടെ ഭവനത്തിനും. മനഃപൂർവമായി ആ ബന്ധം അടച്ചാൽ, ഇല്ലാതായാൽ എന്താണ് സംഭവിക്കുന്നത്? പതുക്കെ പതുക്കെ സ്നേഹം, ഒരുമ, അകൽച്ച, പ്രാർത്ഥന, അനുഗ്രഹം, സാമ്പത്തികം ഒക്കെ വരണ്ടു പോകും, ഇല്ലാതായിക്കൊണ്ടിരിക്കും. വർഷങ്ങളായി നിങ്ങൾക്ക് നഷ്ടപ്പെട്ട വിവാഹബന്ധം രക്ഷിക്കാൻ എന്താണൊരു വഴി? വീട്ടുകാര്യങ്ങൾ സംരക്ഷിക്കാൻ, ദൈവിക അനുഗ്രഹം പുനഃസ്ഥാപിപ്പാൻ, നഷ്ടപ്പെട്ടതായ ആത്മീയത, അപമാനിക്കപ്പെടൽ, ആത്മീയ ഉടമ്പടി, ബന്ധം സംരക്ഷിക്കാൻ നിങ്ങളതിൻ്റെ മർമ്മം, അതിൻ്റെ സത്യം മനസ്സിലാക്കുക. നഷ്ടപ്പെട്ടതൊക്കെ ദൈവം പുനഃസ്ഥാപിക്കും. നിങ്ങൾ മനസ്സാന്തരപ്പെട്ട് ദൈവഹിതം അനുസരിക്കുമ്പോൾ. ഈ ഒരു കഥ അതിനൊരു ഉദാഹരണമാണ്. വർഷങ്ങൾക്ക് മുമ്പ് ഗലീലയിൽ ഒരു യൂത കുടുംബം ജീവിച്ചിരുന്നു. ദൈവ അനുഗ്രഹത്താൽ ഉള്ള ഒരു മനുഷ്യൻ, എലീജ, ദൈവത്തെ അനുസരിച്ച് ജീവിച്ച് സമൂഹത്തിൽ അംഗീകരിക്കപ്പെട്ടവൻ. അവൻ്റെ ഭാര്യ ഹദാശ സൗന്ദര്യത്തിലും സമൂഹത്തിലും ഭക്തിയിലും മുന്നിൽ, ദേവാലയത്തിലും ആദരിക്കപ്പെട്ടവർ. അവർ മാതൃകാ ദമ്പതികൾ ആയിരുന്നു. അവർ പുറത്ത് നല്ലതായിരുന്നു, എന്നാൽ പതുക്കെ ഉള്ളിൽ ഇല്ലാതാവാൻ തുടങ്ങി. മങ്ങലേൽക്കാൻ തുടങ്ങി.
രണ്ടാമത്തെ കുട്ടി ജനിച്ചതിന് ശേഷം ഹദാശ ഭർത്താവിൽ നിന്ന് അകന്നു. അവനോടുള്ള സ്നേഹവും വാത്സല്യവും ഒഴിവാക്കി അകൽച്ച പാലിച്ചു. തുടക്കത്തിൽ ചെറുതായി, പിന്നെ വൈകാരികമായി അകന്നു. എലീജ ആദ്യം കാര്യമാക്കിയില്ല, എന്നാൽ അത് വിസമ്മതമായി. അവർ തമ്മിലുള്ള ഊഷ്മളത ഇല്ലാതായി, തണുത്തു മരവിപ്പായി. മാസങ്ങൾ കഴിഞ്ഞു, വർഷങ്ങൾ കഴിഞ്ഞു. അടുപ്പം മങ്ങിത്തുടങ്ങി, അകൽച്ചയായി, ഒരു വീട്ടിൽ അന്യരെ പോലെയായി. ഭവനത്തിൽ സമാധാനം നഷ്ടപ്പെട്ടു, പ്രാർത്ഥനയുടെ ശക്തി ഇല്ലാതായി, സാമ്പത്തികം തകർന്നു, നന്നായിരുന്ന കച്ചവടം നഷ്ടത്തിലായി. ഉപഭോക്താക്കൾ മറ്റു സ്ഥലങ്ങളിലേക്ക് പോയി, അനുഗ്രഹം ഇല്ലാതായി. പ്രതിസന്ധികൾ ഓരോന്നായി വന്നു. എലീജായ്ക്ക് ഒന്നും മനസ്സിലായില്ല. അവൻ ഉപവസിച്ചു, പ്രാർത്ഥിച്ചു, ദേവാലയത്തിൽ നല്ലത് ചെയ്തു. എന്നാൽ സ്വർഗം നിശബ്ദമായിരുന്നു. The heaven stayed silent. I repeat, heaven stayed silent. ഒരു ദിവസം ഒരു പ്രായമായ പ്രവാചക അവരുടെ ഭവനത്തിൽ വന്നു. മറ്റുള്ളവർക്ക് കാണാൻ പറ്റാത്തത് അവർക്ക് കാണാൻ പറ്റുമായിരുന്നു. ആ ഭവനത്തിൽ കാലുവച്ച നിമിഷം അവരുടെ കണ്ണുകൾ സങ്കടം നിറഞ്ഞു. അവർ ഹദീശയോട് പറഞ്ഞു, ഈ ഭവനത്തിൽ ഒരു ശാപമുണ്ട്, ഒരു കേഴ്സുണ്ട്. അവർ പറഞ്ഞു, നിന്റെ വിവാഹക്കിടക്കയിലേക്ക് ഉള്ള വാതിൽ അടച്ച നിമിഷം ദൈവം അനുഗ്രഹത്തിനായി രൂപകൽപ്പന ചെയ്ത ആ പരിപാവനമായ സ്ഥലം ഇല്ലാതാക്കിയ സമയം തുടങ്ങി ന്യായവിധി അവസാനിച്ചു. ആ വാക്കുകൾ മുറിയിൽ തളച്ചു കയറി, ഇടിവെട്ടുന്നത് പോലെ. ആ രാത്രിയിൽ ഹദീശായ്ക്ക് ഉറങ്ങാൻ സാധിച്ചില്ല. ഓരോ വാക്കുകളും അവളുടെ ആത്മാവിൽ മുഴങ്ങി. വർഷങ്ങളായുള്ള തിരസ്കരണം, ഒഴിവ് കഴിവുകൾ, അഭിമാനം, തണുപ്പൻ പ്രതികരണം അവളുടെ ഹൃദയത്തിലുണ്ടായി. ആദ്യമായി അവൾ മുട്ടുമടക്കി ഇരുന്നു, കരഞ്ഞു, ദൈവസന്നിധിയിൽ ഏറ്റുപറഞ്ഞു. വർഷങ്ങളായി തടഞ്ഞു വച്ചു, കാരണമില്ലാതെ. അസുഖം കൊണ്ടോ പ്രാർത്ഥന കൊണ്ടോ അല്ല, പിന്നെയോ നീരസം കൊണ്ടും നിയന്ത്രണം കൊണ്ടും. വെളുക്കുവോളം അവൾ കരഞ്ഞു. രാവിലെ എലീജ ജോലിക്ക് പോകുന്നേരം അവൾ അവൻ്റെ കൈ പിടിച്ചു പറഞ്ഞു, ഞാൻ പാപം ചെയ്തിരിക്കുന്നു ദൈവത്തോടും നിന്നോടും. അവരുടെ പുനഃസ്ഥാപിക്കൽ പെട്ടെന്നായിരുന്നില്ല, പതുക്കെ. ഹദീശയുടെ ആരോഗ്യം മെച്ചപ്പെട്ടു. അസാധാരണമായ ശരീരത്തിൻ്റെ വേദന പതുക്കെ മാറി. എലീജയുടെ കച്ചവടം മെച്ചപ്പെട്ടു. സമാധാനം ഭവനത്തിൽ തിരിച്ചെത്തി. അവർ വീണ്ടും ഒരു മാതൃകാ ദമ്പതികളായി. അപ്പോസ്തലനായ പൗലോസ് കോരിന്ത്യർക്ക് എഴുതിയ 1-ാം ലേഖനം 1 കോരിന്ത്യർ 7-ാം അധ്യായം
3 മുതൽ 5 വരെ. 1 കൊരിന്ത്യർ ചാപ്റ്റർ 7 3-5 ഇങ്ങനെ കാണുന്നുണ്ട്. ഭർത്താവ് ഭാര്യയ്ക്കും ഭാര്യ ഭർത്താവിനും കടപ്പെട്ടിരിക്കുന്നത് ചെയ്യട്ടെ. ഭാര്യയുടെ ശരീരത്തിന്മേൽ അവൾക്കല്ല ഭർത്താവിനത്തെ അധികാരമുള്ളത്. അങ്ങനെ ഭർത്താവിൻ്റെ ശരീരത്തിന്മേൽ അവനല്ല ഭാര്യയ്ക്കത്രേ അധികാരം. പ്രാർത്ഥനയ്ക്കു അവസരം ഉണ്ടാക്കുവാൻ ഒരു സമയത്തേക്ക് പരസ്പരം സമ്മതത്തോടെ അല്ലാതെ തമ്മിൽ വേർപെട്ടിരിക്കരുത്. നിങ്ങളുടെ അജിതേന്ദ്രിയത്വം നിമിത്തം സാത്താൻ നിങ്ങളെ പരീക്ഷിക്കപ്പെടാതിരിക്കേണ്ടതിന് വീണ്ടും ചേർന്നിരിപ്പീൻ. ദൈവം നിഷ്കർഷിച്ച ആത്മീയമായ ബന്ധം തടഞ്ഞു വച്ചാൽ എന്താണ് സംഭവിക്കുന്നത്? ഒന്നാമതായി, ദൈവികമായ സംരക്ഷണം ഇല്ലാതാവും. 2 ഹൃദയങ്ങളും ശരീരങ്ങളും ഒത്തുചേരുന്ന ഒരു പ്രക്രിയയാണ് വിവാഹം എന്നത്. അതിന് ഐക്യം ഇല്ലാതായാൽ എന്ത് സംഭവിക്കും? ഭിത്തിയിൽ വിള്ളലുണ്ടാവും. ശത്രുവിന് കടന്നു വരാൻ അനുവാദം വേണ്ട. അനുസരണക്കേട് കതകുകൾ തുറന്നിടും. പ്രലോഭനം, നീരസം, മോഹം ഇതൊക്കെ വളരുന്നു. രണ്ടാമതായി, സാമ്പത്തിക പ്രതിസന്ധി, എത്ര കഠിന അധ്വാനം ചെയ്താലും. മൂന്നാമതായി, ആരോഗ്യ പ്രശ്നം, പല വിധത്തിലുള്ള ആരോഗ്യ പ്രശ്നം, ആധി, ഉത്കണ്ഠ, ആൻസൈറ്റി, ശരീരത്തിൽ പല പല വേദനകൾ. ഒരു ഡോക്ടർക്കും അത് വിശദീകരിക്കാൻ പറ്റില്ല. നാലാമതായി, ആത്മീയ നിശബ്ദത. നിങ്ങളുടെ പ്രാർത്ഥനകൾ അനൈക്യത്തിൻ്റെ പ്രതിധ്വനിയായി ഭവനത്തിൽ മുഴങ്ങും. നിങ്ങളുടെ പ്രാർത്ഥനകൾ അനൈക്യത്തിൻ്റെ പ്രതിധ്വനിയായി ഭവനത്തിൽ മുഴങ്ങും. ഒരു പക്ഷേ നമ്മൾ ചിന്തിക്കാം, വളരെ സ്വകാര്യങ്ങൾ വരെ ന്യായവിധിയിൽ പ്രതികരിക്കുമോ എന്ന്. അനന്യാസിൻ്റെയും സഫീരയുടെയും കാര്യം എടുക്കുക. അപ്പോസ്തല പ്രവൃത്തികൾ 5-ാം അധ്യായം 1 മുതൽ. ആക്ട്സ് ചാപ്റ്റർ 5 വിശദമായി ഇതിൽ പറയുന്നുണ്ട്. ചുരുക്കം മാത്രം ഇവിടെ പറയട്ടെ. അവർ മരിച്ചത് കണക്കു തെറ്റിച്ചത് കൊണ്ടല്ല, പിന്നെയോ അത്യാഗ്രഹം, വഞ്ചന, വിശുദ്ധരെന്ന് നടിക്കുക, ഇതൊക്കെ കൊണ്ടാണ്. ദിവ്യമായ ദൈവിക കൽപ്പനയെ വഞ്ചിക്കാൻ ഗൂഢാലോചന നടത്തിയതിനാലാണ്. കോൺസ്പിരൻസി അഗെയിൻസ്റ്റ് ഡിവൈൻ ഓർഡേഴ്സ്. ദൈവ കൽപ്പനയെ വഞ്ചിക്കാൻ ഗൂഢാലോചന നടത്തിയതിനാലാണ്. എന്നാൽ ഇപ്പോഴുള്ള വിവാഹത്തിൽ മരണം ശാരീരികമായി സംഭവിക്കുന്നില്ല, മാനസികമായിട്ടാണ്. ആവർത്തനം 24-ാം അധ്യായം 5-ാം വാക്യം. ഡ്യൂട്ടനോമി ചാപ്റ്റർ 24 വേഴ്സ് 5 ഇങ്ങനെ കാണുന്നുണ്ട്. ഒരു പുരുഷൻ പുതിയതായി ഒരു സ്ത്രീയെ പരിഗ്രഹിച്ചിരിക്കുമ്പോൾ അവൻ യുദ്ധത്തിന് പോകരുത്. അവൻ്റെ മേൽ യാതൊരു ഭാരവും വയ്ക്കരുത്. അവൻ 1 സംവത്സരത്തേക്ക് വീട്ടിൽ സ്വതന്ത്രനായിരുന്ന് താൻ പരിഗ്രഹിച്ച ഭാര്യയെ സന്തോഷിപ്പിക്കണം. ദൈവം ഇതിൽ വിലമതിക്കുന്നുണ്ട്. വളരെ ആഴത്തിൽ ആത്മീയതയുള്ള പ്രാർത്ഥിക്കുന്ന ഒരു സ്ത്രീയുടെ കഥ ഇങ്ങനെയാണ്. അവർ വിവാഹബന്ധത്തിൽ നിന്ന് വിട്ടുനിന്ന് പൂർണ്ണമായി ദൈവത്തിൽ സമർപ്പിപ്പാൻ തീരുമാനിച്ചു.
അവർ ഭർത്താവിനോട് പറഞ്ഞു, എനിക്ക് നേർച്ചയുണ്ട്, പരിശുദ്ധി ഉള്ളിൽ സൂക്ഷിക്കാൻ വിവാഹ ബന്ധത്തിൽ നിന്ന് മാറി നിൽക്കുകയാണെന്ന്. ആദ്യം അയാൾ സമ്മതിച്ചു, താൽക്കാലിക സമയത്തേക്കാണെന്ന് കരുതി. എന്നാൽ മാസങ്ങൾ കഴിഞ്ഞു, വർഷങ്ങൾ കഴിഞ്ഞു, അവരുടെ ബന്ധം അകന്നുപോയി, ശിഥിലമായി. പ്രത്യാഘാതങ്ങൾ നിരവധിയാണ്. സാമ്പത്തികമായി തകർന്നു, മക്കൾ നിഷേധികളും അനുസരണ ഇല്ലാത്തവരുമായി, മക്കളുടെ ഭാവി തകർന്നു, മാറാ രോഗങ്ങൾ ഭവനത്തിൽ കടന്നു വന്നു, ഒന്നിനു പുറകെ ഒന്നായി. അവർ പ്രാർത്ഥനയ്ക്കായി ചെന്നപ്പോൾ ദൈവദാസൻ ചോദിച്ചു, ലളിതമായ ഒരു ചോദ്യം, നീ 1 കൊരിന്ത്യർ 7-ാം അധ്യായം അനുസരിച്ചോ? അവൾ ആശയക്കുഴപ്പത്തിലായി. അദ്ദേഹം അത് അവളെ വായിച്ചു കേൾപ്പിച്ചു. അവൾ തകർന്നുപോയി, നിർത്താൻ പറ്റാതെ കണ്ണുനീരൊഴുകി. അവൾ തിരിച്ചറിഞ്ഞു, അവളുടെ നേർച്ച മതത്തിൽ പൊതിഞ്ഞ വേഷം മാറിയ അനുസരണക്കേടാണെന്ന്. അവൾ തിരിച്ചറിഞ്ഞു, അവളുടെ നേർച്ച മതത്തിൽ പൊതിഞ്ഞ വേഷം മാറിയ അനുസരണക്കേടാണെന്ന്. ആഴ്ചകളുടെ മാനസാന്തരം, അനുതാപം എല്ലാം മാറി പ്രാർത്ഥന വീണ്ടെടുത്തു. പ്രതീക്ഷിക്കാത്ത വരുമാനമുണ്ടായി, വിട്ടുമാറാത്ത വേദന മാറി. അവർ വീണ്ടും ചിരിച്ചു, സന്തോഷിച്ചു. ഇതൊരു മാജിക്കല്ല. പിന്നെയോ അനുസരണക്കേട് പൊളിച്ച് അനുസരണം വന്നപ്പോൾ സ്വർഗം ഇറങ്ങി വന്നു. അതാണ് എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ഇന്ന് ലോകം നേരിടുന്ന വലിയ പ്രതിസന്ധി എന്താണ് നിങ്ങൾക്കറിയാമോ? അനേകം ഭവനങ്ങൾ സ്വസ്ഥതയില്ലാതെ, സന്തോഷവും സമാധാനവുമില്ലാതെ, സാമ്പത്തിക ഞെരുക്കത്തിൽ, പലവിധ രോഗങ്ങളിലൂടെ, മക്കളുടെ തകർന്ന ജീവിതത്തിലൂടെ പോകുന്നവർ ധാരാളം നമ്മുടെ നാട്ടിലുമുണ്ട്. ധാരാളം നമുക്കറിയാവുന്നവർ, പരിചയക്കാർ, ബന്ധുക്കളൊക്കെ ഉണ്ട്. പുറമേ നിന്ന് നോക്കുമ്പോൾ എല്ലാം ശരിയാണ്. തകർന്നുകൊണ്ടിരിക്കുന്ന വിവാഹ ബന്ധങ്ങൾ. കൊച്ചു കേരളത്തിൽ ഒരു ദിവസം 100 ഡിവോഴ്സ് കേസിൻ്റെ വിധി പറയുന്നുവെന്നാണ് റിപ്പോർട്ട്. എന്താണ് ശരിയായ കാരണമെന്ന് ചിന്തിച്ചിട്ടുണ്ടോ? ഒരു നിമിഷം ചിന്തിച്ചു നോക്കൂ. പലതിനും സ്വയം പരിഹാരം കാണാൻ സാധിക്കുന്നതാണ് എന്ന് വേദപുസ്തകം നമ്മെ പഠിപ്പിക്കുന്നു, ഓർമ്മപ്പെടുത്തുന്നു. നിങ്ങളൊരു വിശ്വാസിയാണെങ്കിൽ, ഇല്ലെങ്കിൽ നിങ്ങൾ അവിശ്വാസിയേക്കാൾ അധമനാണ്. 1 തീമോത്തിയോസ് 5-ാം അധ്യായം 8-ാം വാക്യം. 1 തീമോത്തി ചാപ്റ്റർ 5:8. തനിക്കുള്ളവർക്കും പ്രത്യേകം സ്വന്തം കുടുംബക്കാർക്കും വേണ്ടി കരുതാത്തവൻ വിശ്വാസം തള്ളിക്കളഞ്ഞ് അവിശ്വാസികളേക്കാൾ അധമനായിരിക്കുന്നു. ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. ഗോഡ് ബ്ലെസ് യു ഓൾ. ദൈവം നിങ്ങളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.